ഹലോ, JEE എക്സാം എഴുതാൻ പോകുന്ന 95% കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, നോട്ട്സ് എഴുതാറുണ്ട്, റിവൈസ് ചെയ്യാറുണ്ട്, തിയറിയൊക്കെ പഠിക്കാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് മുന്നിലെത്തി കഴിയുമ്പം അത് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് നമുക്ക് എങ്ങനെ അക്വയർ ചെയ്യാം, അതുപോലെ തന്നെ വളരെ എക്സ്പേർട്ടുകളായിട്ടുള്ള അല്ലെങ്കിൽ മാസ്റ്റർ പ്രോബ്ലം സോൾവേഴ്സ് എന്ന് വിളിക്കാവുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനടക്കം JEEക്ക് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണ് പ്രോബ്ലം സോൾവിങ്. പ്രത്യേകിച്ച് ഫിസിക്സിലും മാത്സിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഹോബി പോലെ ഡെയിലി ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എങ്ങനെ ഈ ഒരു രൂപത്തിൽ എക്സാമിൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ക്യൂരിയോസിറ്റി. ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിരിക്കും. അത് ബുക്ക് നോക്കിയിട്ടല്ല, ഒറ്റയ്ക്ക് തന്നെ ശ്രമിച്ച് ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇവരെ ഈ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം. അതുപോലെ തന്നെയാണ് അവരുടെ പേഷ്യൻസ്. നന്നായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കില്ല. ഇനീഷ്യലി പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തു തീർക്കാനല്ല ശ്രമിക്കുക, അവർ ടൈം എടുത്തുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്പുകളും മെത്തേഡുകളും ലോജിക്കും എല്ലാം മനസ്സിലാക്കി ചെയ്യാനാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നടക്കം ചിന്തിച്ചുകൊണ്ടായിരിക്കും ഈ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. മൈൻഡ് സെറ്റിൽ തന്നെയുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കംഫർട്ടബിൾ വിത്ത് ഫെയിലിയർ ആവുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ഹൈ ചാൻസ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ ഫെയിൽ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ. ഒരു എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കിട്ടണമെന്നൊരു നിർബന്ധമില്ല, പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ ക്വസ്റ്റ്യൻസുമായിട്ടും സ്കൂളിലെ എക്സാമുമായിട്ട് കമ്പയർ ചെയ്ത് ഓരോ സമയത്തും ഓരോ എക്സാം കഴിയുമ്പോഴും സ്കൂളിലെ എക്സാമുമായിട്ടും സ്കൂളിലെ റാങ്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇതിലേക്ക് വരാൻ. ഇതിലെപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഫെയിൽ ആവാം, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാതെ വരാം. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമതായിട്ട് ഈ മാസ്റ്റർ പ്രോബ്ലം സോൾവേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ് ടെക്നിക്കുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാറ്റേൺ റെക്കഗ്നിഷനാണ്. JEE, NEET, KEAM പോലുള്ള എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാറ്റേൺ റെക്കഗ്നീഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ മുഴുവൻ PYQസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനോട് സിമിലർ ആയിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം അടുത്ത വർഷവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഈ പാറ്റേൺ റെക്കഗ്നീഷൻ പെട്ടെന്ന് പോസിബിൾ ആവാൻ തുടങ്ങും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതെന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്, ഏത് ഫോമുല, ഏത് തിയറിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇത് മുൻപ് ഒരുപാട് തവണ ചെയ്തിട്ടുള്ള PYQസുമായിട്ട് വളരെ സിമിലർ ആണ് എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ. ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാവും. ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരില്ല, നേരത്തെ തന്നെ നമുക്ക് എന്താക്കാൻ തുടങ്ങും, മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പലപ്പോഴും KEAM പോലെയുള്ള, പ്രത്യേകിച്ച് KEAM, NEET പോലുള്ള എക്സാമിലൊക്കെ ഡിഫിക്കൽട്ടി ലെവൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചാടി കയറി ക്വസ്റ്റ്യൻ ചെയ്ത് സോൾവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു 120 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസിൽ ഈ ഒരു സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടെക്നിക്കാണ് ഡീകൺസ്ട്രക്ഷൻ. അതായത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ചോദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വളരെ ഈസിലി സോൾവ് ചെയ്യാനൊന്നും ആർക്കും കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാനേജബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടുകളാക്കി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ JEE അഡ്വാൻസ് എക്സാമിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ഓപ്ഷനും ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അത്രയും എഫേർട്ടാണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആക്കി മുറിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ആൻഡ് ഫൈനലി റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഇത് ആക്ച്വലി ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. ഓപ്ഷൻസിൽ നിന്നും തിരിച്ച് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ABCDയിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും മാത്സിലും ഫിസിക്സിലൊക്കെ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് മാത്സിൽ ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താം. അതുപോലെ എക്സ്പ്രഷൻസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. പലപ്പോഴും യൂണിറ്റ്സും ഡയമെൻഷൻസും നോക്കിയിട്ട് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളും ഈ മാസ്റ്റർ പ്രോബ്ലം സോൾവേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത പോയിന്റ് ആക്ച്വലി വളരെ കുറച്ച് കുട്ടികൾ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കോൺസെപ്റ്റിലുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ്
ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല അത് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റണം. അപ്പോൾ ഈ ഒരു ഡീപ്പ് തിങ്കിങ് അല്ലെങ്കിൽ ഡീപ്പറായിട്ട് കോൺസെപ്റ്റിനെ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾ ശരിക്കും പഠിച്ച് തുടങ്ങുമ്പോഴേ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഒരു 10th വരെയൊന്നും നമ്മൾ ആരും തന്നെ അങ്ങനെ ഡീപ്പായിട്ട് കോൺസെപ്റ്റ് ഒന്നും അറിഞ്ഞിട്ടല്ല പഠിക്കുക. പലപ്പോഴും ജസ്റ്റ് ഇക്വേഷൻസ് പഠിക്കുന്നു, ഡെഫിനിഷൻസ് പഠിക്കുന്നു, കുറച്ച് ഫിഗറുകൾ പഠിക്കുന്നു. അത് പഠിച്ച് കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും എക്സാമിന് നല്ല മാർക്ക് കിട്ടും. പക്ഷേ JEE നീറ്റിലേക്ക് കീമിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ നമ്മൾ സർവൈവ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങും. ഫിസിക്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിലൊക്കെ പലപ്പോഴും കുട്ടികൾ ആദ്യമൊക്കെ ശ്രമിക്കുക, ഓക്കെ കുറച്ച് ഫോർമുല പഠിച്ചേക്കാം, ഇതിലേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ വരാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷയിലാണ് പോവുക. പക്ഷേ ആക്ച്വലി അങ്ങനെയാണ് സംഭവിക്കുക. അല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം ഉണ്ടായിരിക്കാം. ബട്ട് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും എപ്പോഴും എന്താണ്, നമ്മുടെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫിഗർ വരച്ച് അതിലുള്ള വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്ത് എന്നിട്ട് ഒരു ഡെറിവേഷൻ ചെയ്യുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഡീപ്പ് നോളജ് വേണം. ഫ്രിക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീപ്പ് നോളജ് വേണ്ടി വരും. ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, സർക്കുലർ മോഷനിലെ ഫോഴ്സും ആക്സിലറേഷനും കറക്റ്റ് എങ്ങോട്ടാണ്, എത്രയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ എങ്ങനെ വരും, ഇതെല്ലാം കൃത്യമായിട്ട് വെക്ടേഴ്സിൻ്റെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫിസിക്സിലെ പല ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് +1 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായി, നിങ്ങൾക്കാണ് 2 വർഷം മുഴുവൻ സമയം ഉണ്ടാവുക. ഇതെല്ലാം ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം ഉള്ള കുട്ടികൾ 10th കഴിഞ്ഞ ഇമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രൂപത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. 10th വരെ ഫോളോ ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുന്ന രൂപം, ഡെഫിനിഷൻ മാത്രം പഠിച്ചു പോകുന്ന രൂപം ഒഴിവാക്കിക്കൊണ്ട് ആക്ച്വലി എന്താണ്, എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ JEE ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും അങ്ങനെയാണ്. പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ചോദ്യങ്ങളൊക്കെ 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, മാത്സിലും അതുപോലെ ഫിസിക്സിലൊക്കെ. അപ്പോൾ നമ്മൾ വർക്ക് എനർജി പവറിൻ്റെ പ്രിൻസിപ്പിൾസ് എവിടെ യൂസ് ചെയ്യേണ്ടി വരും, സെക്കൻഡ് ഇയറിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ തുടങ്ങി റൊട്ടേഷൻ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും പ്ലസ് സെക്കൻഡ് ഇയറിലെ മറ്റൊരു ചാപ്റ്ററും കൂടെ ബേസ് ചെയ്തിട്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ട് ക്ലബ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റുകൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുള്ള തിയറി പ്ലസ് ഇക്വേഷൻസ് ഒക്കെ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സിലും. മാത്സിൽ നമ്മൾ പഠിക്കുന്ന ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഗ്രാഫുകൾ, ഫംഗ്ഷൻസ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് പലപ്പോഴും നമുക്ക് ഫിസിക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ആവശ്യം വരാറുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ, മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഫിസിക്സിലെ പല ക്വസ്റ്റ്യൻസിലും ആവശ്യം വരാറുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ, ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തിങ്കിങ് എബിലിറ്റി ഈ പ്രോബ്ലം സോൾവേഴ്സിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അടുത്തത് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, അത് പ്രാക്ടീസ് ആൻഡ് റിവിഷൻ തന്നെയാണ്. അതായത് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊന്നും എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാനില്ല. നിങ്ങൾ എത്ര തന്നെ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ IQ ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ ഒരാൾ നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ നമ്മൾ കാണാറുണ്ട്, ആ കുട്ടി ഭയങ്കര ബുജിയാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്നൊക്കെ പറയും. പക്ഷേ എക്സാമിൽ ആ കുട്ടിക്ക് മാർക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്ന് പലപ്പോഴും ഒരുപാട് കുട്ടികളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. നല്ല തലയാണ്, നല്ല ബുദ്ധിയാണ്, പക്ഷേ എന്ത് ചെയ്യാറില്ല, റാങ്ക് ലിസ്റ്റിൽ എപ്പോഴും ടോപ്പിലേക്കൊന്നും എത്താൻ കഴിയാറില്ല. അതിൻ്റെ റീസൺ മോസ്റ്റ് പ്രോബബ്ലി പ്രാക്ടീസിൻ്റെ കുറവ് തന്നെയായിരിക്കും. അപ്പം തുടക്കം മുതലേ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതിൽ ഫെയിലിയർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റും, കിട്ടാത്തതുണ്ടാകും. അങ്ങനെ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടൊരു പീരീഡ് തന്നെയായിരിക്കും ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് കിട്ടും, നമ്മളാണ് ടോപ്പർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടി പോയി കഴിഞ്ഞാലാണ് ഇതാകെ വിഷമിച്ച് തിരിച്ച് വരേണ്ടി വരിക. അപ്പോൾ ഇതൊരു ലേണിംഗ് ഫേസ് ആണ്, ഇതൊരു പ്രോസസ്സാണെന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾക്ക് അറ്റ് ദി എൻഡ്, സ്ലോ ആയിട്ടാണെങ്കിൽ പോലും അറ്റ് ദി എൻഡ് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അത് മാത്രമല്ല, ആ സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, എക്സാംസിലാണെങ്കിൽ അടക്കം ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. പലപ്പോഴും നമ്മുടെ ഒരു പേടി അതാണ്, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നില്ല, എക്സാം എഴുതുന്നില്ല. കാരണം എന്താണ്, തെറ്റിപ്പോകുന്ന പേടി. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് കുറയുമോ എന്നുള്ള പേടി. അപ്പോൾ ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോഴും മാർക്ക് കുറയുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ തന്നെയാണ് ഇപ്പം ഇനീഷ്യലി അത്ര തന്നെ പ്രോബ്ലം സോൾവിങ് എക്സ്പേർട്ട് അല്ലെങ്കിലും ഒരു 1-2 കൊല്ലം കൊണ്ട് എക്സ്പേർട്ടുകളായി മാറുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ജേണി ഇങ്ങനെ തന്നെയാണ്. അവർ മാക്സിമം പ്രാക്ടീസ് ചെയ്യും, മാക്സിമം എക്സാമുകൾ എഴുതും. അതിലുള്ള മിസ്റ്റേക്സിൽ നിന്നാണ് അവർ പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യുക. ഇനി 1-2 കോമൺ പിറ്റ്ഫോൾസ്, പ്രോബ്ലം സോൾവിങ് ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന 1-2 പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓവർ കോൺഫിഡൻ്റ് ആവുക. പലപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് സോൾവ് ചെയ്യാതെ ഇതിൻ്റെ ആൻസർ അതായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ അസംഷൻ നമ്മൾ നടത്തും, ഗസ് നമ്മൾ നടത്തും. ആൻഡ് അറ്റ് ദി എൻഡ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആൻസർ എന്തായിരിക്കും, ആൻസർ ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു മാസ്റ്റർ പ്രോബ്ലം സോൾവർ ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ റെക്കഗ്നീഷനിലൂടെയും നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും ഒരുപാട് ആൻസറുകൾ നമുക്ക് ഗസ് ചെയ്ത് കറക്റ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡയറക്റ്റ് ആൻസർ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നതിനൊക്കെ അതൊക്കെ ഒഴിവാക്കുക. ഞാൻ പലപ്പോഴും കാണാറുണ്ട് കുട്ടികൾ
കുട്ടികളോടൊരു MCQ കൊടുത്തു കഴിഞ്ഞാൽ പെന്നും പേപ്പർ പോലും എടുക്കാതെ വളരെ ധൈര്യത്തോടു കൂടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചില കുട്ടികളൊക്കെ ആൻസർ A ആണ് B ആണെന്നൊക്കെ പറയും. അതിന് പിന്നിലുള്ള കോൺസെപ്റ്റ് പോലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ റാൻഡം ഗസ്സാണ്. ഇതേ പരിപാടി ഇവർ ആക്ച്വലി എന്ത് ചെയ്യും, എക്സാം ഹാളിൽ നടത്തും, എന്നിട്ട് മാർക്ക് കുറയും. അപ്പം അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് എന്താണ്, എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവർ ആ കറക്റ്റ് അപ്രോച്ചിലൂടെ അല്ല വരുന്നത്. അവർ വർക്ക് ചെയ്യാനുള്ള മടി കാരണം ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യുന്നു, ഈ രൂപത്തിലാണ് എത്തുക. സ്റ്റെപ്സിൻ്റെ കാര്യം പറയുമ്പോഴും ബേസിക് മാത്തിൻ്റെ സ്റ്റെപ്സ് എല്ലാ ന്യൂമറിക്കൽസിലും ഉണ്ടായിരിക്കും, അതിലൊരു സംശയമില്ല. അപ്പോൾ ബേസിക് മാത്തിൻ്റെ ന്യൂമറിക്കൽ സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, നിങ്ങളൊരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇനീഷ്യൽ മാസങ്ങളിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് തന്നെ ചെയ്യാം. അതിൽ പിന്നെ കെയർലെസ് മിസ്റ്റേക്കുകളും കാൽക്കുലേഷൻ എററുകളൊക്കെ മിനിമൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ സ്പീഡ് പതുക്കെ കൂട്ടുക. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഒരാൾക്ക് മാസ്റ്റർ ആവാൻ കഴിയില്ല. വളരെ സമയം എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ. അടുത്തത് ഈ മാസ്റ്റർ പ്രോബ്ലം സോൾവേഴ്സിൻ്റെ മോട്ടിവേഷൻ ആൻഡ് മൈൻഡ് സെറ്റാണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, ഇത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണ്? പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോട് നമുക്ക് തോന്നുന്നൊരു ഇഷ്ടമാണ് ആദ്യത്തെ ഫാക്ടർ. ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ഒക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതൊക്കെ പഠിച്ചെടുക്കുന്ന സമയത്ത് ആ സബ്ജക്ട്സിനോട് തോന്നുന്ന ഇഷ്ടമാണ് ആക്ച്വലി പലരെയും മാസ്റ്റർ പ്രോബ്ലം സോൾവേഴ്സ് ആക്കുന്നത്. അതല്ലാതെ ആദ്യ ദിവസം മുതലേ അവർ ഈ പ്രോബ്ലംസ് എല്ലാം 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ആളുകളല്ല. ആ സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നി മണിക്കൂറുകൾ ആ സബ്ജക്റ്റിൽ സ്പെൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയാറുണ്ട്. പലപ്പോഴും മൈൻഡ് സെറ്റുകൾ, ഒരുപാട് ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റുകളുണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഇനീഷ്യൽ ഫേസിൽ സ്ട്രഗിൾ ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും എന്നും എന്തല്ല ഒരു ഡിസ്ട്രാക്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു തടസ്സമല്ല. അവർ കൃത്യമായിട്ട് അത് ചെയ്യും. കാരണം ഭാവിയിൽ അതിൻ്റെ റിസൾട്ട് എക്സ്പൊണൻഷ്യലി ഉണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ള ആളുകളാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പം ഇനീഷ്യലി നമ്മൾ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങി, ലെവൽ 2 ഒക്കെ തുടങ്ങി, ലെവൽ 3 ലെവൽ 4ലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കിട്ടില്ല. ആ കിട്ടാത്തതടക്കം ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്തുകൊണ്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ സബ്ജക്റ്റുകളെ താല്പര്യത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത് ഈ പ്രോബ്ലം സോൾവേഴ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മണിക്കൂറുകളോളം ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാത്രി പഠിക്കാനിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ രാത്രി 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഫിസിക്സ് മാത്സ് ഒക്കെ പഠിക്കാനിരിക്കാൻ പറ്റാറുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾക്ക് അത് രാവിലെ ആയിരിക്കാം, 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്, 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ആരും പുഷ് ചെയ്യാനില്ലാതെ, ആരും നമ്മുടെ പിന്നിൽ ഗൈഡ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ് ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങൾക്കും ഒരു നല്ല പ്രോബ്ലം സോൾവറായി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടത്. സോ ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് JEE NEET കീമോ പോലുള്ള എക്സാമിൽ ഒരു നല്ല പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി തന്നെയാണ്. അതിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഓരോ ദിവസവും, ഓരോ വീക്കിലും, ഓരോ മന്തിലും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പഠിക്കേണ്ട പാഠങ്ങൾ, എഴുതേണ്ട എക്സാമുകളൊക്കെ പ്രോപ്പറായിട്ട് എഴുതി ആ എക്സാമിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തി നിങ്ങളുടെ തന്നെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുന്നൊരു രൂപത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവർ ആവുക, അതല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്രോബ്ലം സോൾവർ ആകുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഒരു ഹാർഡ് വർക്ക്, അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്കും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവർ ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഫിസിസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും അധികം സ്മാർട്ട് ആയതുകൊണ്ടല്ല ഈ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റിയതും ഈ തിയറംസ് എല്ലാം കണ്ടെത്താൻ പറ്റിയതും. പക്ഷേ ആക്ച്വലി ഒരുപാട് സമയം എന്ത് ചെയ്യാറുണ്ട്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ മേലെ ഇരിക്കാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആളായതുകൊണ്ടൊന്നുമല്ല തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഓരോ ക്വസ്റ്റ്യൻസും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മേലെ ഒരുപാടധികം സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ നിങ്ങളും ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് തന്നെ എത്തണം. നിങ്ങൾക്ക് നല്ലൊരു പ്രോബ്ലം സോൾവർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള സ്റ്റുഡൻസിനെ കണ്ടിട്ട് എങ്ങനെയായിരിക്കും അവർ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക, ഞാനൊക്കെ ഇനി എന്നാണ് അതുപോലെ ആവുക, ഇതെല്ലാം ആലോചിച്ചിരിക്കാതെ പകരം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റി ലേണിംഗ് ഹാബിറ്റ് തന്നെ മാറ്റുക. അപ്പോൾ നമ്മുടെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂളിലെ ആഘോഷങ്ങളെല്ലാം പങ്കെടുത്ത് സ്പോർട്സും ആർട്സും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കിട്ടുന്ന കുറച്ച് സമയം JEEക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി JEE NEET കീമോ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡേയിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോവാത്ത ബാക്കി കിട്ടുന്ന സമയം മെജോറിറ്റിയും അതിനുവേണ്ടി മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച് പോകുന്നതേ അതിൻ്റെ കൂടെ തന്നെ 1 by 1 ആയിട്ട് പ്രോബ്ലംസ് ചെയ്തു പോവുക. ഈ പറഞ്ഞ അപ്രോച്ചിലൂടെ ചിന്തിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ തുടങ്ങുക. അതായത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം,
ഒരു എക്സാമിന് ശേഷം അല്ലെങ്കിൽ എക്സാമിന് മുൻപ് സ്വന്തമായിട്ടൊരു 1 or 2 ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷനിലേക്കും എത്താൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നടക്കം എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഈ മാസ്റ്റർ പ്രോബ്ലം സോൾവേഴ്സ് ആലോചിക്കാറുണ്ട്, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് അടക്കം ഫ്രെയിം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ പ്രിപ്പറേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസോ ഫ്രണ്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ ഞാൻ ഓരോന്നും വായിക്കുന്നതാണ്. അതെല്ലാം താഴെ രേഖപ്പെടുത്തുക. ആൻഡ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. JEE ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കണ്ടന്റും ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനൽ ഫ്യൂച്ചറിൽ വരുന്നുണ്ട്.